അഴൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണല്ലേ. ഇത് എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? എപ്പോഴാണ്? ഞാനൊരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴാണ് അറിഞ്ഞത്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുന്നു, ഇങ്ങനെ കുട്ടിയെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് മെമ്പറാണ് വിളിച്ചത്. അപ്പോൾ മെമ്പർ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു വേണ്ട കൊണ്ടുപോയേക്കുവാണ്, എന്തെങ്കിലും തിരക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 5:45 ആയപ്പോഴാണ് വിളിച്ച് പറഞ്ഞത് മരണപ്പെട്ടു എന്ന്. ആദ്യം ഇവർ കൊണ്ടുപോയത് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലാണ്, അതിനുശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഇപ്പം കുട്ടിയുടെ അച്ഛൻ പറയുന്നത് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൃത്യമായി ചികിത്സ കിട്ടിയില്ല എന്നതടക്കം പറയുന്നുണ്ട്, അവർ നോക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിവരം പ്രസിഡന്റിനെ അറിയിച്ചിരുന്നോ കുടുംബം? ഇല്ല, കുടുംബം അറിയിച്ചിട്ടില്ല. നമ്മുടെ വാർഡ് മെമ്പറാണ് കൂടെ ഉള്ളത്. അദ്ദേഹമാണ് പറഞ്ഞത് ചിറയൻകീഴ് താലൂക്കിനെ സംബന്ധിച്ച് കെട്ടിടങ്ങളുണ്ട് എന്നല്ലാതെ ചികിത്സ വലിയ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ള ഒരു പരാതി പൊതുവേ ഉള്ളതാണ് ചിറയൻകീഴ് താലൂക്കിനെ കുറിച്ച്. കൃത്യമായിട്ട് നമുക്ക് ഇത്രയും പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് കൂടി അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് ആവശ്യമുള്ള ഒരു ചികിത്സ അവിടെ ഇതുവരെ ലഭ്യമാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. ഈ സ്ഥലം ഇവരുടെ സ്വന്തം സ്ഥലമാണോ? ഇല്ലില്ല, അവർക്ക് പട്ടയ ഭൂമിയായിട്ട് കിട്ടിയതായിട്ട് അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു അവർ. അടച്ചുറപ്പുള്ള ഒരു ഭൂമി ഇല്ല, വീട് അവർക്ക് ഇല്ലായിരുന്നു. പുറമ്പോക്ക് ഭൂമിയാണോ അത് പട്ടയം കിട്ടിയ ഭൂമിയാണോ? ഇപ്പോഴവർക്ക് പതിച്ച് കിട്ടിയ ഭൂമിയാണ്. തൊട്ട് പുറകിലായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്ക് കിട്ടിയതാണിത്. ഇപ്പോൾ അടുത്ത് തന്നെ വീടും ലഭിക്കുമായിരുന്നു അവർക്ക്. ലൈഫ് പദ്ധതി പ്രകാരം വീട് അപേക്ഷിച്ചിരുന്നു അവർ? അതെ, അപേക്ഷിച്ചിരുന്നു. അവർക്ക് വീട് ഉണ്ട് എന്ന് നമ്മൾ നോക്കിയതുമായിരുന്നു. പിന്നെ ഇതിങ്ങനെ പാമ്പൊക്കെ ഉള്ള ഒരു പ്രദേശമാണോ പൊതുവേ? ഇതിന് മുമ്പ് അത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുപോലെ കാട് പിടിച്ച് ഇതുപോലെ കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാമ്പ് പോലുള്ള ഇഴജന്തുക്കൾ ഒരുപാടുള്ള ഇതാണ്. അവർ എപ്പോഴും ഞാൻ അകത്ത് കയറിയപ്പോൾ തന്നെ അമ്മ നിലവിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഴുതാരയാണ് കഴിച്ചതെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അടിച്ചു കൊന്ന് ബോക്സിൽ ഇവിടെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഇത്രയും വലിയ ഒരു മൂക്കനാണ്, പൊടിക്കുഞ്ഞ്, അവൻ പിഞ്ചു കുഞ്ഞാണ്. 8 വയസ്സെന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതം ഇനി ഒരുപാട് നീണ്ടു കിടക്കുവാണ്. ആ കുഞ്ഞിനാണ് ഇങ്ങനൊരു വലിയ അപകടം, അത്യാഹിതം സംഭവിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിനൊക്കെ സാധ്യതയുണ്ട് ആശുപത്രിയിലേക്ക്? കാരണം വലിയൊരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ പറയുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും നാട്ടുകാരുടെ പ്രതിഷേധിക്കണം എന്നാണ് എൻ്റെ ഒരിത്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു അമ്മയുടെ സ്വപ്നങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനും ഒരു അമ്മയാണ്, എനിക്ക് 3 കുട്ടികളുണ്ട്. നമുക്ക് ഏത് രീതിയിൽ ചിന്തിച്ചാലും ഇതൊരു ന്യായീകരണം പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കും, ഉറപ്പായിട്ടും പ്രതിഷേധിച്ചിട്ട്. കൃത്യമായി ചികിത്സ കിട്ടിയിരുന്ന കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് ആൻറ്റിവനം കൃത്യമായ സമയത്ത് കൊടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാമായിരുന്നു. ചിറയൻകീഴ് ആശുപത്രിയിൽ ആൻറ്റിവന സംവിധാനങ്ങളുള്ള ആശുപത്രി കൂടിയാണോ? ഇല്ല, അവിടെ ഇപ്പോൾ കൊണ്ടുചെന്ന സ്ഥിതിക്ക് അവർ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു എന്നാണ് ഇപ്പോഴെൻ്റെ അറിവ്. അവർ പറഞ്ഞത് അങ്ങനെയാണ്. ആൻറ്റിവനം കൊടുത്തിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അറിവ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാനായിട്ടൊരു പറയത്തില്ലായിരുന്നു.